ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണോ 2023 ആദ്യത്തെ ബില്ല് പാസാക്കാൻ ഒരു സമവായമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്, സമാനമായ രീതിയിൽ ഈ പ്രാവശ്യവും സമവായത്തിലൂടെ തീരുമാനത്തിലെത്തിക്കുക എന്നുള്ള സമീപനമാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ല് എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം, രാജ്യത്തിലെ 50% വരുന്ന സ്ത്രീ സമൂഹത്തെ രാഷ്ട്രീയ അധികാരത്തിന്റെ മുഖ്യശ്രേണിയിലേക്ക് ഒരു കാരണവശാലും കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ സഖ്യം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഈ ബില്ലിൽ ഏത് ക്ലോസിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കാതെ ബില്ല് പരാജയപ്പെടുത്തുക എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ മുന്നണിയും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഫലത്തിൽ ഇത് രാജ്യത്തിലെ സ്ത്രീ സമൂഹത്തെ അധികാരത്തെ പുറത്താക്കുക എന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇത് രാജ്യത്തിലെ സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ കൊടിയ പാപമാണ്, അവരോടുള്ള അവഹേളനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി സ്ത്രീ വിരുദ്ധ മുന്നണിയാണ് എന്നുള്ള നിലപാടിലേക്ക് BJP എത്തിയിട്ടുള്ളത്. രാജ്യത്തിലെ സ്ത്രീകൾക്ക് അധികാരം കിട്ടാനുള്ള ഒരു പരിശ്രമത്തെ ചെറുത്തുതോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള നാടകത്തെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന് മുമ്പാകെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യവ്യാപകമായി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 30-ാം തീയതി വരെ രാജ്യവ്യാപകമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രചരണങ്ങളും പ്രക്ഷോഭ പരിപാടികളും പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട മഹിളാ നേതാക്കന്മാരെ ഈ വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും പിന്തുണ സമാഹരിക്കുക, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് എല്ലാ മഹിളകളുടെയും സജീവമായിട്ടുള്ള മുന്നേറ്റമുണ്ടാക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ മാസം 21, 22, 23 തീയതികളിൽ കേരളത്തിലെ മുഴുവൻ മഹിളാ നേതാക്കന്മാരെയും BJPയുടെ മഹിളാ നേതാക്കന്മാർ സമ്പർക്കം ചെയ്യും. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഞങ്ങളുടെ പ്രവർത്തകരെ സമ്പർക്കം ചെയ്യും. കേരളത്തിലെ സാമൂഹിക പ്രവർത്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, സിനിമാ പ്രവർത്തകന്മാർ, കലാകാരന്മാർ, സാമുദായിക സംഘടനയിലെ മഹിളാ നേതാക്കന്മാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകന്മാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇങ്ങനെ സാമൂഹിക ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ടിട്ടുള്ള മഹിളകളെ, മഹിളാ നേതാക്കന്മാരെ സമ്പർക്കം ചെയ്യുക, പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ മുന്നണി ഈ ബില്ല് അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായിട്ടുള്ള പരിശ്രമത്തെ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ വിപുലമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും മഹിളാ നേതാക്കന്മാരാണ്. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ മഹിളാ നേതാക്കന്മാരെയും സമ്പർക്കം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 24-ാം തീയതി തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് 10,000 മഹിളകൾ പങ്കെടുക്കുന്ന മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ കിഴക്കേക്കോട്ട വരെ ആണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ, മഹിളാ നേതാക്കന്മാർ ആ യാത്രയിൽ പങ്കെടുക്കും. കേരളത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ട മഹിളാ നേതാക്കന്മാർ, BJPക്ക് അപ്പുറത്തുള്ള മഹിളാ നേതാക്കന്മാരും ആ യാത്രയിൽ സംബന്ധിക്കും. മഹിളാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യത്തിനെതിരായിട്ടുള്ള വലിയൊരു മഹിളാ മുന്നേറ്റം എന്നുള്ള നിലക്കാണ്
24-ാം തീയതി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നിശ്ചയിച്ചിട്ടുള്ള പരിപാടി കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് 25, 26 തീയതികളിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം 30 സംഘടനാ ജില്ലകളുണ്ട് കേരളത്തിൽ. 30 സംഘടനാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹിളകളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീ വിരുദ്ധ മുന്നണികളായ ഇന്ത്യ സഖ്യത്തെ രാജ്യത്തിലെ മഹിളകൾ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം. ഈ ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് 25, 26 തീയതികളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് മഹിളകൾ പങ്കെടുക്കുന്ന മഹിളകളുടെ പ്രതിഷേധ യാത്രകൾ, മാർച്ചുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഏപ്രിൽ മാസം 30-ന് മുമ്പുള്ളിൽ കേരളത്തിലെ 280 മണ്ഡലം കേന്ദ്രങ്ങളിൽ സമാനമായ മഹിളകളുടെ പ്രതിഷേധ പരിപാടികൾ, മഹിളാ മുന്നേറ്റ യാത്രകൾ ഞങ്ങൾ സംഘടിപ്പിക്കും. 250 മണ്ഡലം കേന്ദ്രങ്ങൾ നടക്കുന്ന പരിപാടിയിൽ 10,000-കണക്കിന് മഹിളകൾ കേരളത്തിലുടനീളം ഈ പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കും. അതോടൊപ്പം സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള മഹിളാ നേതാക്കന്മാരെയെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ്. ഞങ്ങൾ CPM-ലെയും കോൺഗ്രസിലെയും മഹിളാ നേതാക്കന്മാരെയും ഈ പ്രചരണത്തിലെയും പ്രക്ഷോഭത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ സീറ്റ് കിട്ടിയില്ല, പരിഗണിച്ചില്ല എന്നൊക്കെ വിലപിച്ചവരും പരാതിപ്പെട്ടവരും ധാരാളം പേർ അപ്പുറത്തെ പാർട്ടികളിലും മുന്നണികളിലെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഒരു അവസരമായിരുന്നു ഈ ബില്ല് പാസ്സായിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിക്കപ്പെടാതെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന കേരളത്തിലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള എല്ലാ മഹിളാ നേതാക്കന്മാരെയും, രാഷ്ട്രീയമുള്ളവരെയും രാഷ്ട്രീയമില്ലാത്തവരെയും എല്ലാവരെയും ഞങ്ങൾ ഈ പ്രക്ഷോഭ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്താകെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യ സഖ്യത്തിന് സ്വാധീനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഈ ബില്ല് പരാജയപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഈ പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ രാജ്യത്താകെ മാതൃകാപരമായ രീതിയിൽ കേരളത്തിലെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി കേരള ഘടകം തീരുമാനിച്ചിട്ടുള്ളത്.